ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഷേപ്പായിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും, നല്ല പോലെ പൊങ്ങി വരികയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇതൊരുപാട് എണ്ണയും കുടിക്കത്തില്ല. കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് കുറച്ച് വലിയൊരു പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ പഴം നീളത്തിൽ മുറിക്കുമ്പം ആ പഴം കൊള്ളുന്ന ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് കുറച്ച് പരന്നൊരു പാത്രം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിവിടെ 2 പഴം എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് മാവേ ഞാൻ എടുക്കുന്നുള്ളൂ. ആദ്യമേ തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് ദോശമാവാണ്. ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് മൈദപ്പൊടി എടുക്കുക. അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ദോശമാവ് എടുക്കുക. ദോശമാവായാലും കുഴപ്പമില്ല, ഇഡ്ഡലി മാവായാലും കുഴപ്പമില്ല. ഇനി ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ഷുഗറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പഴത്തിന് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ 2 പഴം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പൊടികളെ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ ഒരു നുള്ള് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഏലക്കാപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഏലക്കാപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വെള്ളമാണ്. നമ്മൾ 1/2 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളെടുത്ത ഇഡ്ഡലി മാവിലൊക്കെ വെള്ളമുണ്ട്, അപ്പം അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് തിക്കും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. ആ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. പഴം മുങ്ങുന്ന രീതിയിൽ വേണം നമ്മളുടെ മാവ് കലക്കിയെടുക്കാനായിട്ട്. തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പം ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോഴും കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടി നമ്മൾക്ക് ആവശ്യമില്ല, കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിക്കുക. തീരെ കട്ടകളൊന്നും പാടില്ല, എന്നാലാണ് നമ്മളുടെ പഴംപൊരി പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇപ്പോൾ നമ്മളുടെ പഴം മുക്കാനുള്ള ബാറ്റർ ഇവിടെ ശരിയായി കഴിഞ്ഞു. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇത്രയും കട്ടിയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ഇതൊരു സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് പഴം പൊരിക്കാനുള്ള എണ്ണയും കൂടെ ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് പഴവും കൂടെ കട്ട് ചെയ്യാനുണ്ട്. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുള്ളൂ. അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പഴുത്ത് കൂടിയ പഴം എടുത്തു കഴിഞ്ഞാൽ പഴംപൊരി ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് പഴുത്ത് ഒരുപാട് കൂടിയ പഴം എടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് പഴുപ്പ് കുറഞ്ഞ പഴവും എടുക്കരുത്. അപ്പം പഴംപൊരി ഭയങ്കര കട്ടിയായിരിക്കും. അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പം കറക്റ്റ് പാകമാണ് പഴം. ഈ പാകത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ച പഴം കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ ബാറ്ററിനകത്ത് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും കോട്ടിങ് വരുന്ന രീതിയിൽ വേണം നമ്മളിത് മുക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ തന്നെ ഇതങ്ങ് പൊങ്ങി വരും. അപ്പം എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതോടെ നമ്മളുടെ പഴംപൊരി റെഡിയായി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള, അതേസമയം നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയും കൂടിയാണിത്. എല്ലാ പഴംപൊരിയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഒരുമിച്ചിടാം. ഇനി നമ്മൾ കലക്കി വെച്ച ബാറ്റർ ബാക്കിയുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് നമ്മൾക്ക് ബോണ്ട പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്